അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ ഭൂരിഭാഗം ആളുകളും ചെയ്യുന്നത് ചോറ് മാറ്റിയിട്ട് ചപ്പാത്തി ആക്കുകയാണ്. എന്നിട്ട് വിശപ്പ് സഹിച്ചിട്ട് അങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പം അതിന് പകരം നിങ്ങൾ വിശപ്പ് സഹിക്കല്ല വേണ്ടത്, നിങ്ങളെ വിശപ്പിനെ നിങ്ങൾ ശമിപ്പിക്കണം. പക്ഷേ അത് ശരീരത്തിന് ദോഷമില്ലാത്ത രീതിയിൽ നിങ്ങളെ വയറ് നിറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതാണ് നമ്മളെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ചോറ് മാറ്റിയിട്ട് ചപ്പാത്തി കഴിച്ചതുകൊണ്ട് മതിയാവില്ല. നിങ്ങൾ വേറെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ എക്സ്ട്രാ കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ ഉപകരിക്കും ചെയ്യും, എന്നാലും നമ്മളെ ഷുഗർ കൂട്ടില്ല. അത്തരം സാധനങ്ങളാണ് ഒരു പ്രമേഹ രോഗിക്ക് കഴിക്കാൻ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ദോശ, അപ്പം അങ്ങനെ പല സാധനങ്ങൾ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ അത് പെട്ടെന്നൊരു ദിവസം അതെല്ലാം മാറ്റിയിട്ട് പുതുതായിട്ടൊരു സാധനം കഴിച്ചു തുടങ്ങുന്നതിന് പകരം നിങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഫുഡ് പാറ്റേണിലേക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റിയ കുറച്ച് സാധനങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ചോറ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ചോറ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം സാധാ നമ്മളെ വെള്ള അരിക്ക് പകരം കുറച്ച് മട്ട അല്ലെങ്കിൽ തവിടില്ല അരി കഴിക്കുകയാണെങ്കിൽ, കുറച്ച് ബ്രൗൺ ആയിട്ട് തവിടില്ല അരി കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഷുഗർ കൺട്രോൾ, അതായത് ഒരിത്തിരി കൂടുതൽ കഴിച്ചാൽ പോലും നിങ്ങളുടെ ഷുഗറിനെ അത് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചോറ് കഴിക്കുന്ന സമയത്ത് ചോറും കറിയും മാത്രം കഴിക്കുന്നതിന് പകരം അതിൽ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ വൻപയർ, മുതിര, ചെറുപയർ ഈ പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ചോറിൽ കുറച്ചുകൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ചോറ് കഴിക്കുന്നത് കുറക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫസ്റ്റ് വൻപയർ, മുതിര, ചെറുപയർ ഈ പറഞ്ഞിട്ടുള്ള സാധനം വേവിച്ചിട്ട് അത് കുറച്ച് കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ വിശപ്പ് മാറ്റാൻ നിങ്ങൾക്ക് എത്ര ചോറ് വേണോ അത്ര ചോറ് നിങ്ങൾക്ക് കഴിക്കാം. അത് പെട്ടെന്ന് ചോറ് കുറക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഞാനീ പറഞ്ഞിട്ടുള്ള വൻപയർ, മുതിരൊക്കെ കഴിക്കുന്നതിനനുസരിച്ച് നിങ്ങളെ വിശപ്പിൻ്റെ അളവ് കൺട്രോളായി വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ സാധാരണ ഒരുപാട് ചോറും ഇത്തിരി മുതിരയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ മുതിര, വൻപയർ അളവ് കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ബാക്കി വിശപ്പ് മാറാൻ എത്രയാണോ ചോറ് വേണ്ടത് അത് കഴിക്കുക. ആ രീതിയിൽ മുന്നോട്ട് പോവുക.